മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബംഗ്ലാദേശ് പൗരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിയാർ റഹ്മാനാണ് പിടിയിലായത്. ബല്ല ആലയി പൂടംകല്ലിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബല്ല ആലയി പൂടുങ്കലിലെ നാരായണൻ എന്ന് പറയുന്നയാളുടെ ഉടമസ്ഥയിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു ഈ ബംഗ്ലാദേശ് പൗരൻ. ഇയാളെ കൊച്ചിയിൽ നിന്നുള്ള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളിപ്പോൾ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ പേര് അതിയാർ റഹ്മാനാണ് ഈ പിടിയിലായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ഇയാളെ ക്വാർട്ടേഴ്സിൽ നിന്നും ഈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കസ്റ്റഡി എടുക്കുന്നത്. യാതൊരു രേഖകളുമില്ലാതെ ഇവിടെ താമസിച്ചായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യനാണെന്ന് തെളിയിക്കുന്നതിന്റെ ഒരു രേഖയും ഈ യുവാവിന്റെ കൈവശമില്ലായിരുന്നു. എന്നാൽ നേരത്തെ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ബംഗ്ലാദേശിൽ നിന്നും മറ്റുമായി സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന വിവരമുണ്ട്. ഇതിനെ തുടർന്ന് പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. 2.5 മാസമായി ഇയാൾ ഈ കാസർഗോഡ് ജില്ലയിൽ താമസിച്ച് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ ATS ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ പടന്നക്കാട് നിന്നും ഇത്തരത്തിൽ ഒരു ബംഗ്ലാദേശ് പൗരനെ പിടികൂടിയത്. കൂടുതലായി ബംഗ്ലാദേശിൽ നിന്നും ഇത്തരത്തിൽ സംസ്ഥാനത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരാൾ മാത്രമാണോ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്? ഇയാൾ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു എന്ന് അറിയുന്നു. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസിച്ചിരുന്നത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ അന്വേഷണ സംഘം ആന്റി ടെററിസ്റ്റ് കോഡ് പുറത്തുവിടുന്നുണ്ടോ, അറിയാൻ സാധിച്ചിട്ടുണ്ടോ ബൈജു? ഭവ്യ, ഇയാളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുള്ളത്. ഇയാളെ നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ. കൂടെ ആരെങ്കിലും ഉണ്ടോ, ഇയാൾക്ക് ആരൊക്കെയാണ് സഹായം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ബംഗ്ലാദേശ് പൗരനെ പടന്നക്കാട് ഒരു ക്വാർട്ടേഴ്സിൽ വെച്ച് പിടികൂടിയിരുന്നു. ഈ നിർമ്മാണ മേഖലയിലൊക്കെ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും കൂടുതൽ ആളുകൾ ഈ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ATS ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പരിശോധനയും കർശനമാക്കിയിരിക്കുന്നു. ഇയാള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ATSന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഫോട്ടോ മറ്റു വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. എന്തായാലും 20 വയസ്സ് പ്രായമാണ്. ഇയാളെ കൂടുതൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഭവ്യ. ശരി, KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നന്ദി.